മലപ്പുറത്ത് സ്കൂൾ തുടങ്ങാനാകുന്നില്ലെന്ന പരാമർശത്തിലെ ചോദ്യത്തോട് പ്രകോപിതനായി വെള്ളാപ്പള്ളി നടേശൻ. 9 വർഷമായി പിണറായി ഭരിച്ചിട്ടും അനുമതി കിട്ടിയില്ലേ എന്ന ചോദ്യത്തോടായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രകോപനം. ചാനൽ മൈക്കുകൾ തട്ടിമാറ്റിയ വെള്ളാപ്പള്ളി ക്ഷുഭിതനായി മടങ്ങുകയായിരുന്നു. എല്ലാം ഉണ്ട്. അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ട് കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട് കുറെ നാളായി തുടങ്ങിയിട്ട്. സിബി ജോസഫ് വിശദാംശങ്ങൾ നൽകും. സിബി, മലപ്പുറത്തെ SNDPക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാത്തതിൽ UDFനെ കുറ്റപ്പെടുത്തുന്ന സമീപനമാണ് ഇതുവരെ വെള്ളാപ്പള്ളി സ്വീകരിച്ചതെങ്കിൽ ഇന്ന് ഒരു കൗണ്ടർ ചോദ്യം അദ്ദേഹത്തിനെതിരെ വരുന്നു. കഴിഞ്ഞ 10 വർഷമായി CPM ഭരിച്ചിട്ടും അനുമതി ലഭിച്ചില്ലേ എന്ന്. അതിനോട് ഇത്ര ക്ഷുഭിതനായി പ്രതികരിക്കാൻ കാരണം എന്തായിരുന്നു? ഇന്നിപ്പോൾ ഈ ശിവഗിരി മഠത്തിലുണ്ടായ ഇവിടുത്തെ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് വരുമ്പോഴായിരുന്നു വെള്ളാപ്പള്ളി നടേശനോട് ചോദ്യങ്ങൾ ചോദിച്ചത്. അതിലാണ് ഏറ്റവും പ്രധാനമായി ഈ മലപ്പുറം ഉൾപ്പെടെ മലബാറിലെ 3 ജില്ലകളിൽ SNDPക്ക് സ്കൂളില്ല എന്ന് നേരത്തെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ പരിഭവം പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ 9 വർഷമായി LDF സർക്കാർ ഭരിക്കുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് SNDPക്ക് സ്കൂൾ അവിടെ ഇല്ല എന്ന ചോദ്യത്തിനായിരുന്നു അദ്ദേഹം വളരെ ക്ഷുഭിതനായി സംസാരിക്കുകയും മാധ്യമപ്രവർത്തകരിൽ നിന്നും മൈക്ക് തട്ടിമാറ്റി അദ്ദേഹം പോട എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം മൈക്ക് തട്ടിമാറ്റുകയും വളരെ ശോഭിക്കുകയും ചെയ്ത്. പ്രധാനമായും മാധ്യമങ്ങൾ ചോദിച്ചത് ഈ കഴിഞ്ഞ 9 വർഷമായി LDF സർക്കാരാണ് അധികാരത്തിൽ, ഈ മലപ്പുറത്ത് നിങ്ങൾക്ക് ഭൂമിയില്ലേ, പിന്നെ എന്തുകൊണ്ട് സ്കൂളുകൾ അനുവദിക്കുന്നില്ല, സ്കൂളുകൾ അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാരുകളല്ലേ, ഈ LDF സർക്കാർ എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല എന്ന ചോദ്യമായിരുന്നു ചോദിച്ചത്. അപ്പോഴാണ് അദ്ദേഹം പെട്ടെന്ന് തന്നെ ക്ഷുഭിതനാവുകയും ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. മാത്രമല്ല അദ്ദേഹത്തോടൊപ്പമുള്ള പ്രവർത്തകർ മാധ്യമവുമായി പിന്നീട് വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും കയ്യേറ്റം തന്നെ നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് പോലീസും പ്രവർത്തകരെല്ലാം തന്നെ എത്തി തള്ളി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ കാറിൽ കയറ്റി കൊണ്ടുപോകുകയായിരുന്നു. എന്തായാലും വളരെ രൂക്ഷമായ രീതിയിലും മോശമായ രീതിയിലുമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റവും സംസാര രീതിയും ഇന്ന് മാധ്യമപ്രവർത്തകരുണ്ടായത്. അതോടൊപ്പം തന്നെ CP അടക്കമുള്ള സംഘടനകൾക്കെതിരെ അദ്ദേഹം രൂക്ഷമായ രീതിയിൽ ചതിയൻ ചന്തുവാണ് എന്ന രീതിയിൽ, ചന്തുമാരാണ് CPI എന്നടക്കമുള്ള രീതിയിൽ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ കാറിൽ താൻ പോയത് വളരെ വിവാദമാകുന്നു, താനൊരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് തനിക്ക് അയിത്തമുള്ളതുകൊണ്ടാണോ ഇത്തരത്തിലുള്ളൊരു നിലപാട് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നതെന്നും അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നു. ഇനിയും മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം കൈ മുഷ്ടി ചുട്ടിക്കൊണ്ട് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്ന് മാധ്യമപ്രവർത്തകർ അദ്ദേഹം സംസാരിച്ചത്. പിന്നീടായിരുന്നു ഈ മലപ്പുറത്തെ സ്കൂൾ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പോഴാണ് അദ്ദേഹം വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുകയും രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ഈ മൈക്കുകൾ തട്ടിമാറ്റിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഇന്നിപ്പോൾ ഉണ്ടായത്. സൈഫു. ശരി സിബി.